ഗുരുവായൂരിൽ ഇടത് വലത് മുന്നണികൾ കാലങ്ങളായി നടത്തുന്ന ഹിന്ദുവിരുദ്ധ സമീപനം തുറന്നുകാട്ടി NDA സ്ഥാനാർത്ഥി ബി ഗോപാലകൃഷ്ണൻ. എന്തുകൊണ്ടാണ് ഗുരുവായൂരിന് കാലങ്ങളായി ഒരു ഹിന്ദു MLA ലഭിക്കാത്തതെന്ന് ബി ഗോപാലകൃഷ്ണൻ ചോദിച്ചു. 50 വർഷമായി ഇടത് വലത് മുന്നണികൾ ഗുരുവായൂരിൽ ഹിന്ദു സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ല എന്നും ബി ഗോപാലകൃഷ്ണൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലെ വികസന പോരായ്മകൾ ചൂണ്ടിക്കാട്ടുന്നതിനോടൊപ്പം മതത്തിന് കീഴ്പ്പെടുന്ന രാഷ്ട്രീയ പാർട്ടികളെ തുറന്നുകാട്ടുകയാണ് ഗുരുവായൂരിലെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ. ഗുരുവായൂർ തീർത്ഥാടന കേന്ദ്രത്തെ ബോധപൂർവം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരെയാണ് ഇടതു വലതു മുന്നണികൾ സ്ഥാനാർത്ഥികളാക്കിയിട്ടുള്ളത്. ഗുരുവായൂർ ക്ഷേത്രത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ ശബ്ദിക്കേണ്ട ചുമതല ഞങ്ങൾക്കുണ്ട്. ഗുരുവായൂർ ഏതെങ്കിലും വികസനം നടന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം നരേന്ദ്രമോദി സർക്കാർ നൽകിയിട്ടുള്ളത് മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഈ തീർത്ഥാടന കേന്ദ്രത്തോട് അല്പം പോലും താല്പര്യമില്ലാത്തവരാണ് ഈ തീർത്ഥാടന കേന്ദ്രത്തെ ബോധപൂർവം ഇല്ലാതാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇവിടെ തെരഞ്ഞെടുക്കപ്പെടാൻ പലപ്പോഴും ഇടതും വലതും നിർത്തിയിട്ടുള്ളത്. ആ ക്ഷേത്ര വിശ്വാസികളും ആ ക്ഷേത്ര നിവാസികളും ആ ക്ഷേത്ര പരിസരവും നിഷ്കരണം തള്ളിക്കൊണ്ടാണ് ഇടതുപക്ഷവും വലതുപക്ഷവും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അതിനെതിരെ ശബ്ദിക്കേണ്ട ചുമതല ഞങ്ങൾക്കുണ്ട്. ആ ചുമതല നിർവഹിക്കപ്പെടുകയാണ്. അതുകൊണ്ട് ഇവിടുത്തെ MLA, ഇവിടുത്തെ മുൻ MLA, ഇവിടെ മത്സരിക്കുന്നവർ, ഇവിടുത്തെ ഇടതും വലതും ചെയ്യുന്ന ഈ അനീതി, ഗുരുവായൂർ ക്ഷേത്രത്തോട് ചെയ്യുന്ന അനീതി, ഗുരുവായൂർ മണ്ഡലത്തിലെ ജനങ്ങളോട് ചെയ്യുന്ന അനീതി, ആ അനീതിയാണ് ഈ പത്രസമ്മേളനത്തിൻ്റെ അടിസ്ഥാനം. ഗുരുവായൂർ ആനക്കോട്ടയിൽ 32 ആനകൾ ചരിഞ്ഞു. ഇതിനെക്കുറിച്ച് സ്ഥലം MLA അന്വേഷിച്ചിട്ടില്ല. നിലവിളക്ക് കൊളുത്തുന്നത് ഹറാമെന്ന് പറയുന്നവർ ഇത് അന്വേഷിക്കാൻ തയ്യാറാവില്ല. ഗുരുവായൂർ നഗരത്തിലെ കിണറ്റിലെ വെള്ളം കുടിക്കാൻ പോലും കൊള്ളില്ലാത്തതാണ്. കുടിവെള്ളം കൊടുക്കാത്തവർക്ക് വോട്ട് കൊടുക്കണമോ എന്നും ബാക്ടീരിയ നിറഞ്ഞ വെള്ളമാണ് അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രമായ ഗുരുവായൂരിൽ ഉള്ളതെന്നും ഗോപാലകൃഷ്ണൻ കൂട്ടിച്ചേർത്തു. ജനം, തൃശൂർ.